ഒരു ബസ്സിൽ കയറി പോയിട്ടില്ല. എൻ്റെ അച്ഛൻ കൊണ്ടുവന്ന പോലെ അതേപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്ന എൻ്റെ അമ്മയെ ഞാനും മിണ്ടിയാൽ പോലും അച്ഛന് സംശയമാണ്. അപ്പോൾ ഇതൊക്കെ അനുഭവിച്ചാണ് ഞാൻ ഈ ഒരു നിലയിലെത്തുന്നത്. ഞാൻ ഒരു ചാനലിലും ഇങ്ങി പൊട്ടിയിട്ടില്ല. പക്ഷെ എനിക്കിനി വയ്യ ബന്ധുക്കളുടെ അവഹേളനം. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു അമ്മയും മോളെയും കളിയാക്കാനും ഭ്രഷ്ട് കൽപ്പിക്കാനും ആളുണ്ട്. അവർക്കൊരു നല്ല ജീവിതം, എനിക്കൊരു നല്ല വിവാഹ ജീവിതം കിട്ടിയപ്പോൾ അവരെല്ലാം നേരെ തിരിഞ്ഞു. എന്തിനാ മോളെ ഞങ്ങൾ എന്നും അതപ്പതിച്ച അങ്ങനെ കിടക്കണോ? മദ്യപാനിയായിട്ടുള്ള ഒരാളുടെ കൂടെയോ അല്ലെങ്കിൽ സ്ത്രീവിഷയത്തിലുള്ള ഒരാളുടെ കൂടെയോ ഒക്കെ ജീവിക്കുന്നതിലും ഏറ്റവും അധികം ബുദ്ധിമുട്ടാണ് ഒരു സംശയ ഉള്ള ഒരു ആളുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നതെന്ന്. വെന്റിലേറ്റർ വരെ അടച്ചിട്ടിട്ട് എൻ്റെ അമ്മ 50 വർഷത്തോളം കല്യാണം കണ്ടിട്ടില്ല. ഒരു പുരുഷൻ ഒരു സ്ത്രീയായിട്ട് സംസാരിച്ച ആ സ്പോട്ടിൽ അവർ പറയുന്ന അവള് പോക്ക് വെടിയാന്ന് പറയും അല്ലേ? ഇത് ഒരാണും പെണ്ണും കൂടെ അടുത്തിരുന്നാൽ അങ്ങനെ പറയുമെങ്കിലും അന്നത്തെ കാലഘട്ടം, ഇന്നത്തെ കാലഘട്ടം എവിടെ നോക്കിയാലും നമ്മൾ കാണാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പരസ്യമായിട്ട് കാണുന്നുണ്ട്. നമ്മൾ സ്ത്രീകൾ ആരെങ്കിലും പരസ്യമായിട്ട് പുരുഷന്മാരെ കയറി പിടിച്ചത് കേട്ടിട്ടുണ്ടോ? പറയത്തില്ല. സവാദിന് മാല ഇട്ടപ്പോഴത്തേക്കും എനിക്ക് ഞാൻ ഉദ്ദേശിച്ചത് ആ സവേദ് എന്ന് പറയുന്ന ആൾ അങ്ങനെ ഒരു പക്ഷെ ചെയ്തുവെങ്കിൽ ആ അടുത്തിരുന്ന കൊച്ചു ചിലപ്പോൾ ഉരുമോ മുട്ടുവോ ചെയ്തപ്പോൾ പ്രലോഭനം, അത് മനുഷ്യനാണ്, അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ എങ്കിൽ പോലും അവനൊരു കുടുംബമുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. അപ്പം അതുകൊണ്ടൊന്ന് ക്ഷമിക്കാമായിരുന്നു. ഞാൻ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നത്. അതാണ് പോയത്. അല്ലാതെ ചേച്ചിക്ക് പുരുഷപക്ഷം സ്ത്രീപക്ഷം ഒന്നുമില്ല. ഞാൻ മനുഷ്യപക്ഷത്താണ്. എഴുത്തുകാരിയും സംവിധായകയും നടിയുമായ പ്രിയാഷേനാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം ചേച്ചി. നമസ്കാരം. ചേച്ചി ഏകദേശം 70 ഷോർട്ട് ഫിലിം ഫിനിഷ് ചെയ്തു. എഴുതി സംവിധാനം നിർവഹിച്ച് റിലീസ് ചെയ്തു. 70 എണ്ണം ചേച്ചിയുടെ യൂട്യൂബ് ചാനലിലാണ് ഇട്ടിരിക്കുന്നത്. ചിലത് പുറത്ത് വേറെ ചാനലുകളിൽ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വലിയ പബ്ലിസിറ്റി കൊടുത്തിട്ട് അങ്ങനെ പോയിട്ടില്ല. എനിക്ക് കംഫർട്ട്, എനിക്കൊരു വിഷയം തോന്നി അത് സമൂഹത്തിൽ എങ്ങനെ അത് അവതരിപ്പിക്കാം, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണ്, അതാണ് ഞാൻ എൻ്റെ ഷോർട്ട് ഫിലിമിൽ കൂടെ, അല്ലാതെ കയറി വൈറലാകാം അങ്ങനെ ഒരു ഇതോടുകൂടി ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ചേച്ചിനെ അറിയാം, വർഷങ്ങൾക്ക് മുന്നേ അറിയാം. ചേച്ചി ക്യാൻസർ അതിജീവിച്ച് വന്ന് പിന്നീട് ആ ചേച്ചിയുടെ ഫോട്ടോസ് നമ്മൾ ഫേസ്ബുക്ക് സുഹൃത്തുക്കളായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അങ്ങനെ എല്ലാം വന്നതിന് ശേഷം ചേച്ചിനെ ഇടയ്ക്ക് ലേഡി സന്തോഷ് പണ്ഡിറ്റ് എന്ന് വരെ വിളിച്ചിട്ടുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് എന്നായിരുന്നു ആദ്യം എന്നെ ഇതായിട്ട് എന്നെ ഉപമിച്ചോണ്ടിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഞാൻ കാണാറുണ്ട്. നമ്മള് പിന്നെ ഒരേ നാട്ടുകാരാണ്, പാലക്കാരുടെ ഒരു സ്നേഹം. അപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ നോക്കുമായിരുന്നു. അപ്പൊ ഇടയ്ക്ക് ഇരിക്കണം ആലോചിക്കുമ്പോൾ ഒരു വിഷയം നമ്മൾ എന്ത് വിഷയത്തിൽ ചെയ്യണം എന്നായിരുന്നു. പക്ഷെ ഞാൻ റീസെന്റ് ആയിട്ടൊരു വിഷയം ശ്രദ്ധിച്ചിരുന്നു. ചേച്ചി മെൻസ് അസോസിയേഷന്റെ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പോവുകയും ആ പരിപാടിയിൽ നടി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നല്ലോ, പുരുഷന്മാർക്ക് KSRTCയിലും സീറ്റ് വേണം എന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ചേച്ചിയുടെ മുഖം അവിടെ കണ്ടു. അപ്പം ഞാൻ ആലോചിച്ചു, ഓക്കെ നമുക്കിരിക്കാൻ സമയമായെന്ന്. ചേച്ചി എങ്ങനെയാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് നമ്മളിപ്പോൾ ഒരു ബസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം സാധാരണ നേരത്തെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ടിലേക്ക് സ്ത്രീകൾക്കുള്ള സീറ്റും പുറകിലേക്ക് പുരുഷന്മാർക്കുള്ള സീറ്റും എന്ന ആ ഒരു തത്വം പോലെയാണ് നമ്മൾ അനുഷ്ഠിച്ച്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കണ്ടിരിക്കുന്ന ലേഡീസ് പുറകിലേക്ക് കയറിയിരിക്കും. മനസ്സിലായോ? പുരുഷന്മാർക്ക് ഇരിക്കേണ്ട സീറ്റ് സംവരണം വെച്ചിട്ടുണ്ട്. അമ്മയും കുഞ്ഞും, സ്ത്രീകൾ, വികലാംഗർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവർ പറയുന്നത് പുരുഷന്മാർക്ക് എന്നെഴുതി, സ്ത്രീ എന്ന് പറഞ്ഞൊരു സീറ്റ് അങ്ങനെ ഇല്ലല്ലോ. അമ്മയും കുഞ്ഞും വികലാംഗർക്ക് അങ്ങനെയുള്ളൂ. അപ്പം കൂടുതലും ഭൂരിപക്ഷവും മുമ്പോട്ടാണ് ഇരുന്ന് വരുന്നത്. അപ്പം അവർ മെൻസ് അസോസിയേഷൻ പറയുന്നത് ആണുങ്ങൾക്കും പിന്നെന്താ പറയുക, അങ്ങനെ ഒരു ഇത് അങ്ങനെ എഴുതിയ അങ്ങനെ വേണം, അതായത് അവർക്കും വേണം അങ്ങനെയെന്ന്. ശരിക്കും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മോളെ അതിൻ്റെ ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്ന ബസ്സിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ കണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ സ്ത്രീകൾ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ കയറുമ്പോൾ ആരും ഫ്രണ്ടിൽ കൂടെ കയറി ഇരിക്കാറില്ല, പുറകിൽ കൂടി കയറി വന്നിട്ട് പുരുഷന്മാരുടേതെന്ന് നമ്മൾ കരുതിയിരുന്ന ആ കാലഘട്ടത്തെ മറികടന്നുകൊണ്ട് അവർ കൂടുതലും പുറകോട്ടുള്ള സീറ്റും കരസ്ഥമാക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ 90 വയസ്സുള്ള എൻ്റെ അച്ഛൻ ഒരു 87ാമത്തെ വയസ്സിൽ അദ്ദേഹം കോട്ടയത്തിന് പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ആടി പോയിട്ട് പോലും പുറകിലെല്ലാം പെണ്ണുങ്ങളാണ്. പണ്ടൊക്കെ അങ്ങനെ പെണ്ണുങ്ങൾ ഇരിക്കാറില്ലായിരുന്നല്ലോ മോളെ, എൻ്റെ പ്രിയ, എനിക്ക് ഭയങ്കരമായിട്ട് ആടി പോയിട്ട് പോലും ഞാൻ അത്രയും പ്രായമുള്ള അച്ഛൻ നല്ല ഫുള്ള് നരച്ച് നല്ലൊരു വയോധികനായിരുന്നു. അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അതേക്കുറിച്ച് അന്ന് ചിന്തിച്ചിരുന്നു. കാരണം പുരുഷന്മാർക്ക് എന്നും കൂടെ എഴുതി വെച്ചിരുന്നു എങ്കിലെന്ന്. പക്ഷെ നടി പറഞ്ഞതിനോട് ഒരിക്കലും ഒരു നടി പറഞ്ഞ പ്രസ്താവന ആണ് എന്ന് പറഞ്ഞ് ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല. എൻ്റെ ഒരു ജീവിത അനുഭവം, അന്ന് അച്ഛൻ അങ്ങനെ നിന്നപ്പോൾ ഈ
സ്ത്രീകൾ കുറച്ച് മുന്നോട്ട് ഇരിക്കുമായിരുന്നെങ്കിൽ ഒരുപാട് പേര് വൃദ്ധന്മാർ ഈ വീട്ടിലേക്കുള്ള പച്ചക്കറികളും അങ്ങനെയൊക്കെ തൂക്കിക്കൊണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ പോലും സ്ത്രീകൾ, ഞാനൊക്കെ എഴുന്നേറ്റ് കൊടുക്കും. നമ്മളൊക്കെ കോൺവെൻറ്റ് സ്കൂളിൽ, എൻ്റെ നാട്ടുകാരി ആയതുകൊണ്ട് അറിയാമല്ലോ, നമ്മൾക്ക് സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചവരാണ്, നമ്മൾ അറിയാതെ എഴുന്നേറ്റ് കൊടുക്കും. പക്ഷേ ഞാൻ വയ്യാത്തതൊക്കെ കൊണ്ടാണ് ഞാൻ കുറച്ച് പുറകിൽ. ഇപ്പം പക്ഷേ ഞാൻ അങ്ങനെ പുറകിലിരിക്കാറില്ല. കാരണം പുരുഷന്മാർക്ക് അവരിരിക്കട്ടെ. അങ്ങനെയാണ് നമ്മളെപ്പോഴും എന്താ പറയുക, ആ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ, എൻ്റെ അച്ഛൻ അങ്ങനെ നിന്നപ്പോൾ എനിക്ക് തോന്നി പുരുഷന്മാർ എന്ന് എഴുതുമോ, അങ്ങനല്ല, ആ പഴയതുപോലെ തന്നെ സ്ത്രീകൾ ഫ്രണ്ടിലിരിക്കുക, കുറച്ച് പുരുഷന്മാർക്ക്. ഇത് ഫുള്ളും ചേച്ചി ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല, നമ്മുടെ ഏഴാശ്ശേരിയിലാണെന്ന് വെച്ചിട്ട് ഒരു ബസ് അപകടം നടന്നത്, നിന്ന് കത്തിയിരുന്നു ഒരു ബസ്. ഓർക്കുന്നില്ല, പക്ഷെ നമ്മുടെ അന്നൊരു അമ്മയും കുഞ്ഞും ഇങ്ങനെ തന്നെ ഇരുന്ന് വെന്ത് കത്തി. നമ്മുടെ കോട്ടയം രാമപുരം ഭാഗത്താണ്. അന്ന് മുതലാണ് KSRTCയിൽ പുറകിൽ കൂടെ കയറാനാണ് സ്ത്രീകൾക്ക് പുറകിൽ സീറ്റ്, പുരുഷന്മാർക്ക് ഫ്രണ്ടിലേക്ക് ആക്കി. അതെനിക്ക് അറിയില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ എൻ്റെ ചെറുതിലാണ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ബസ് കത്തിയപ്പം സ്ത്രീകളായിരുന്നു ഏറ്റവും കൂടുതൽ കത്തി മരിക്കാൻ കാണിച്ചത്, കാരണം അവർ ഫ്രണ്ടിലായതുകൊണ്ട്. പിന്നീട് അത് പുറകിലേക്കാക്കി. ഇപ്പൊ ചേച്ചി പറയുന്ന പോലെ തന്നെ എനിക്ക് ആ പ്രസ്താവനയോട് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരാളാണ്. ഒട്ടും യോജിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ, ലോകത്തെല്ലായിടത്തും സ്ത്രീകൾക്ക് ബസ്സിലാണെങ്കിലും സീറ്റ് ഉണ്ട്. അത് ഇന്ത്യയിൽ മാത്രമാണ്, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമാണ് എഴുതി വെച്ചൊക്കെ വെക്കുന്നത്, അത് സ്ത്രീകൾക്ക്. എന്തുകൊണ്ടാണ്? ഇല്ലെങ്കിൽ അവിടെയും കയറി ആൾക്കാർ ഇരിക്കും എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായി. ഈ അവിടെ അങ്ങനെ എഴുതി വെക്കേണ്ടി വന്നിട്ട് പോലും ആളുകൾക്ക് പറ്റുന്നില്ല. സ്ത്രീകളുടെ സീറ്റിൽ സ്ത്രീകൾ കൂടുതൽ എന്താ പറയുന്നത്, പുറകോട്ടിരിക്കുന്നു. ഇപ്പൊ ചേച്ചി തന്നെ പറയുന്നുണ്ട് പുറകോട്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ പറയാം, നമ്മളാണെങ്കിൽ പോലും ചേച്ചി, നമുക്ക് പീരിയഡ്സ് ആണ്. അത് ഞാൻ പറയുന്നത് വലിയ സംഭവമായിട്ടല്ല ഞാൻ പറയുന്നത്. നോർമൽ പീരിയഡ്സിൽ വയറുവേദന ഉണ്ടാവും. രാവിലെ എണീക്കും, നമ്മൾക്കിപ്പം കുടുംബമാണെങ്കിൽ നമ്മൾ 5 മണിക്ക് എണീറ്റ് കഞ്ഞിയും കറിയും ഉണ്ടാക്കും. നമ്മുടെ ഫസ്റ്റ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ആ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഓടി അലച്ച് ബസ്സിന് കയറി പോകും. ഇനി പീരിയഡ്സ് അല്ലാന്ന് വിചാരിക്കും. ഇനി പീരിയഡ്സും ഉണ്ട്, പീരിയഡ്സ് അല്ലാത്തതുണ്ട്. നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത് ഒന്ന് റെസ്റ്റ് ചെയ്യാനൊരു സ്ഥലമാണല്ലോ. അത് പുരുഷന്മാരുടെ സീറ്റാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ ഒരു ലിഖിത നിയമമൊന്നുമില്ല. ഇറ്റ്സ് ജനറൽ സീറ്റ് എന്നാണ്. അതായത് സംവരണമാണ്. അതായത് സ്ത്രീകൾ ഇത്രയും പേര് അവിടെ ഇരിക്കണം, ബാക്കിയുള്ളത് ജനറൽ സീറ്റ് എന്നാണ്. അവിടെ ആർക്കും ഇരിക്കാന്നാണ്, പുരുഷന്മാർക്കും അങ്ങനെയാണോ? ആർക്കും ഇരിക്കാം. അതായത് ഫ്രണ്ടില് സ്ത്രീകൾക്കും ബാക്കി സംവരണമാണ്, ആർക്ക് വേണമെങ്കിൽ പുരുഷനായാലും സ്ത്രീ ആയാലും ഇരിക്കാം. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ മോളെ, വയോധികർക്ക് എന്നുള്ളത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതായത് വൃദ്ധം 60 വയസ്സിന് മുകളിലുള്ളവർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്റെ അച്ഛൻ അങ്ങനെ ആ ഒരു ലേഡി അതൊരു ഞാൻ പറഞ്ഞ, നമ്മൾ ഈ അച്ഛൻ മാത്രമല്ല, നമ്മൾക്ക് തന്നെ അറിയാം എത്ര ഗർഭിണി സ്ത്രീകൾ, പല പുരുഷന്മാരും ഇതിനകത്ത് മെയിൻ ആയിട്ട് ഉന്നയിക്കുന്നത്. ഇപ്പൊ എന്റെ വീഡിയോയുടെ ഇടയിലും വന്ന് പറയും, ഗർഭിണിയായിട്ട് വന്ന ഒരു സ്ത്രീകൾ എണീറ്റ് കൊടുക്കത്തില്ല, അമ്മയും കുഞ്ഞും വന്ന ഒരാൾ എണീറ്റ് കൊടുക്കത്തില്ല. എണീറ്റ് കൊടുക്കുന്ന പുരുഷന്മാരായിരിക്കും. കാരണം അവർക്ക് കുറച്ചുകൂടെ മസിൽസ് ഉണ്ട്, അവർക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്ത് നിൽക്കാൻ പറ്റും, പവറിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. ചേച്ചി, ഇതാണ് അതിന്റെ ഒരു സൈക്കോളജി. ഫിസിക്കലി ഫിറ്റ് ആണ്. നമ്മൾ സ്ത്രീകൾ അങ്ങനെയല്ല. നമുക്ക് ആദ്യം ഉണ്ടാകുന്ന എല്ല് തേയ്മാനം, ഓസ്റ്റിയോപൊറോസിസ്, നമുക്കതുണ്ട്. പിന്നെ നമുക്ക് കുറെ നേരം നിന്ന് കഴിഞ്ഞാൽ, അതിപ്പോ ജോലിയാണ് ഇതാണെങ്കിലും, നമ്മൾ രാവിലെ 2 മണിക്കൂർ ഇരുന്നോണ്ടാണ് ആരെങ്കിലും കിച്ചണിൽ പണി, നിന്നോണ്ടാണ് 2 മണിക്കൂറോ 3 മണിക്കൂറാ. ചേച്ചി ഒന്ന് ആലോചിക്കണം, ആ റൗണ്ട്സിൽ കിടന്ന് ഓടുക. ചേച്ചി വെറുതെ ഒന്ന് ആലോചിച്ചാൽ നമ്മുടെ ലൈഫില് വെരിക്കോസ് വെയിൻ ഏറ്റവും കൂടുതൽ വരാനുള്ളത് നമുക്കാണ്. അപ്പൊ നമ്മൾ സ്ത്രീകൾ ഒരു പക്ഷേ ഇരിക്കുക. ഇപ്പൊ ചേച്ചി തന്നെ പറഞ്ഞു, ചേച്ചിയും ചേച്ചിയുടെ അച്ഛനോ ചേച്ചിയുടെ ഭർത്താവും കൂടെ പോവാണ്. നിങ്ങൾ 3 പേരാ പോകുന്നത്. അപ്പം 2 സീറ്റേ ഉള്ളൂ. ഉറപ്പായിട്ടും ഹസ്ബൻഡ് ഇരിക്കത്തില്ലല്ലോ, ചേച്ചീനെ അച്ഛനെ അല്ലേ ഇരുത്തത്തുള്ളൂ, അല്ലേ? അതെന്തുകൊണ്ടാ? അത് അവർക്കറിയാം ഇവൾക്കാണ് കുറച്ചുകൂടെ ഇരിക്കാനും നിൽക്കാനും പാട്. ഇതാണ് എനിക്ക് ആ സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഫീൽ ചെയ്ത്. കാരണം അങ്ങനെ പുരുഷന്മാർക്ക് നല്ല, അത് ജനറൽ. അവിടെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, 4 വർഷത്തോളമായിട്ട് മെൻസ് അസോസിയേഷനിൽ ഞാൻ ഈ എറണാകുളത്തു നിന്ന് കീമോ എടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും നമ്മൾ വിളിക്കുമ്പോൾ അവിടെ ഞാൻ ചെല്ലുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ അവിടെ എനിക്ക് വോയിസ് ഇല്ലാതെ പോയി. അത് വോയിസ് ഇല്ലാതെ പോയത് എന്താണെന്ന് വെച്ചാൽ, അറിയപ്പെടുന്ന ഒരു നടി അവിടെ സംസാരിക്കുകയാണ്. അപ്പം നമുക്കത് കയറി പറയാം. അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എൻ്റെ കണ്ണ് നിറഞ്ഞൊരു ചോദ്യമാണ്. കാരണം ആരെങ്കിലും പുരുഷന്മാരുടെ പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ ഇറങ്ങി പുറപ്പെട്ട ചരിത്രം ഇന്ന് വരെയുണ്ടോ? ചരിത്രമായിരുന്നു ഞാൻ ഒരു പുരുഷ വിപ്ലവഗാനം എഴുതിയിട്ടുണ്ടായി അവർക്ക് വേണ്ടി പുരുഷ വിപ്ലവഗാനം എഴുതി അവരുടെ റാലിയിൽ പങ്കെടുത്ത്. രാഹുൽ ഈശ്വറിനൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ അവരവിടെ ഒരു നടി വന്നപ്പോൾ അവരുടെ പ്രസ്താവനയ്ക്ക് വാല്യൂ ഉണ്ട്, അവരുടെ വാക്കുകൾ ശ്രവിക്കുന്നുണ്ട്. മോളെ പോലെയുള്ള കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർ അത് ചിന്തിച്ചു. അതവിടെ എന്നെ മുഖ്യ അതിഥിയായിട്ട് അവിടെ വിളിച്ചതാണ്. അവരവിടെ വന്നിരിക്കുന്നത് ഉദ്ഘാടകയായിട്ടാണ്. ആ മുഖ്യ അതിഥി അവിടെ
കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ അവിടെ എന്താന്ന് വെച്ചാൽ എന്നെ പോലെയുള്ള ശബ്ദമുള്ള സ്ത്രീകൾ, ഒരു മെൻസ് അസോസിയേഷൻ ആയാലും ഏത് അസോസിയേഷൻ ആയാലും അവിടെ നയിക്കുന്ന ലീഡർക്ക് മാത്രമല്ല ശബ്ദമുണ്ടാകേണ്ടത്, പുറകെ നിൽക്കുന്ന അണികൾക്കും ശബ്ദമുണ്ടാകണം. ഒരു റാലിക്ക് പിന്നെ പുരുഷന്മാർ നീതിപാലി, പുരുഷന്മാർക്ക് തുല്യ സംവരണം വേണം എന്ന് പറയുമ്പോൾ ഉറക്കെ പറയൂ എന്ന് ആ ലീഡർ, ഏത് ലീഡർ ആയാലും അത് പറയുമ്പോൾ പുറകിലുള്ളവർക്ക് ശബ്ദമുണ്ട്. അല്ലാത്തപ്പോൾ അവർ സൈലൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മോളായാലും ഞാനായാലും ഒരു ലീഡ് ചെയ്യുന്ന ഒരു സംഘടനയായാലും എന്ത് പ്രസ്ഥാനമായാലും നമുക്കുള്ളതുപോലെ ശബ്ദം ആ അണികൾക്കും ഉണ്ടാകണം. എങ്കിലേ അവരുടെ മനസ്സറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അവരവിടെ സംസാരിച്ചപ്പോഴും ഞാൻ സൈലൻ്റ് ആയിട്ട് നിന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനവിടെ ന്യായീകരിക്കാൻ പോയില്ല. അവർ നടിയാണ്. നടി പറയുന്ന വാക്കുകൾക്ക് സാധാരണക്കാർ പറയുന്ന ഇവനെക്കാട്ടിലും എന്താ പറയുക, വൈറലാകാനും അത് കേൾക്കാനും ആൾക്കാരുണ്ട്. ഞാനൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ആൾക്കാരില്ല, ചിന്തിക്കാനും ആൾക്കാരില്ല. നമ്മളെ ഇതുപോലെ ലേഡി സന്തോഷ് പണ്ഡിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചാനലുകാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. മോള് ചോദിച്ചപ്പോൾ എനിക്ക് അതുകൊണ്ട് സങ്കടം തോന്നിയില്ല. അല്ല, ഞാൻ അങ്ങനെയാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ആളെ ഞാൻ വളരെയധികം ആരാധിക്കുന്ന ഒരു ഇതാണ്. അദ്ദേഹത്തിന്റെ ബ്രെയിൻ, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ വർക്കുകൾ അത് അദ്ദേഹത്തിന്റെ സ്വന്തമാണ്. ഞാൻ ചെയ്യുന്ന അതിനാണ്. എഴുതുന്നു, സ്ക്രിപ്റ്റ് എഴുതുന്നു, എന്താ പറയുക, ഡയറക്റ്റ് ചെയ്യുന്നു, പാടുന്നു. ഇത് എന്തുകൊണ്ട് ചെയ്യുന്നു? നെറ്റൊരു പ്രൊഡ്യൂസർ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വെച്ച് നമ്മളൊരു വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. എനിക്കിപ്പം യോനിയിൽ ഇരുമ്പ് കമ്പി കടത്തി പീഡിതയായ ഒരു വൃത്തിയായ അമ്മ എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം മകനെ എന്ന് പറയുന്ന ക്യാപ്ഷനോടെ പത്രത്തിൽ വന്നപ്പോൾ ആ പത്ര കട്ടിങ് എല്ലാവരും വായിച്ചിട്ട് മാറ്റി വെച്ചു, അല്ലെങ്കിൽ അത് കത്തിച്ച് കളയും, അല്ലെങ്കിൽ കൊടുക്കും. ആരെങ്കിലും പത്രക്കാർ വിൽക്കാൻ വരുന്നവർക്ക് കൊടുക്കും. ഞാനത് കട്ടിങ് എടുത്ത് വെച്ച എൻ്റെ മൈൻഡിൽ അതാ കിടപ്പുണ്ടായിരുന്നു. ഇങ്ങനെ എൻ്റെ അമ്മയ്ക്കാണ്, അല്ലെങ്കിൽ എൻ്റെ സഹോദരിക്കാണ്, എൻ്റെ മകൾക്കാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീ, ഏതൊരു സ്ത്രീക്കും അങ്ങനെ വന്നാൽ അതുകൊണ്ടാണ് ഞാനത് ആജ്ഞയ 12ഓളം പിന്നെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡും ബെസ്റ്റ് ഡയറക്ടർ അവാർഡും ചെയ്ത അത് ഞാൻ മറ്റൊരാൾ പൈസ മുടക്കി ചെയ്യാനിരുന്നാൽ ചിലപ്പോൾ അത് സമൂഹത്തിൽ എത്തത്തില്ല. ഒരമ്മയെ ക്രൂരമായി പീഡിപ്പിച്ചതാണത്. അത് എന്താ പറയാ, അത് വൈറലാകില്ല മോളെ. അത് ഞാൻ എൻ്റെ ആത്മസംതൃപ്തിക്കും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ശക്തമായിട്ട് പൊതുസമൂഹത്തിൽ ഒന്ന് അറിയിക്കാനും വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അതൊരിക്കലും മോള് ചോദിക്കുന്നത് പോലെ എൻ്റെ യൂട്യൂബ് ചാനലിൽ പാവപ്പെട്ട ഞാൻ ഇടുന്നു, അത് വൈറലാകണമെന്നില്ല, മറ്റുള്ളവർ എടുക്കണമെന്നില്ല. അവർക്ക് വേണ്ടത് എപ്പോഴും പ്രണയം അല്ലെങ്കിൽ അങ്ങനെയുള്ള കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചേച്ചി ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി ശക്തമായി എപ്പോഴും ചിന്തിക്കുമ്പോൾ സ്ത്രീപക്ഷം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കുറെ കൂടെ എന്താ പറയുക, സ്ത്രീകളോട് ചേർന്ന് നിന്നിട്ടാണ് ചേച്ചിയുടെ ഷോർട്ട് ഫിലിം കൂടുതലും ഞാൻ കണ്ടേക്കുന്നത്. അതെ, സ്ത്രീപക്ഷമായ കുറെ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ സ്ത്രീപക്ഷം പറയുന്ന ചേച്ചി എങ്ങനെയാണ് ഒരു മെൻസ് അസോസിയേഷനിൽ ചെന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? അതായത് മോളെ, അതെന്താണെന്നറിയോ, ഈ ഫെമിനിസം എന്ന് പറയുന്ന എന്താണെന്ന് വെച്ചാൽ, പുരുഷന് ഉള്ളതുപോലെ തുല്യമായ അവകാശം ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞ് പുരുഷന്മാരുടെ ആ അവകാശങ്ങളെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ആ ഒരു ഇതിനെ നമ്മൾ വെല്ലുവിളിക്കുന്ന ഒരു ആലങ്കാരിക പദമാണ് ഫെമിനിസം. ഈ ഫെമിനിസം പോലെ തന്നെ പുരുഷന്മാർ ഭാഗികമായി നമ്മുടെ സ്ത്രീകളും പുരുഷന്മാരും അർദ്ധനാരീശ്വര സങ്കല്പം അത് തന്നെ എടുക്കാം. നമുക്കുള്ളതുപോലെ മെൻസ്ട്രേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആർത്തവിരാമം ഇത് വരുമ്പോഴത്തേക്കും നമുക്കുള്ളതുപോലെ തന്നെ മാനസികമായ ബുദ്ധിമുട്ടുകൾ, ഞാനൊരു എഴുത്തുകാരി ആയതുകൊണ്ട് പറയും, ബുദ്ധിമുട്ടുകൾ പറയാതെ അറിയാതെ ഉള്ളിലൊതുക്കി കടന്നു പോകുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. മോള് ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമാണ്. ഡിവോഴ്സ് ചെയ്യുമ്പോൾ കുടുംബ കോടതിയിൽ ഭാര്യ പറയുന്ന കാര്യങ്ങൾ മാത്രം കോടതി ശ്രവിച്ചിട്ട് കുഞ്ഞിനെ അമ്മയുടെ കൂടെ നിൽക്കണം, അമ്മയല്ലേ വളർത്ത, ആ അമ്മ കുഞ്ഞിനെ തല്ലുമായിരിക്കും, കുഞ്ഞിന് പാല് കൊടുക്കും, ഒന്നും ചെയ്യാത്ത കുറേ അമ്മമാർ അപ്പോഴും നൊന്തു പൊള്ളുന്ന മനസ്സുമായിട്ട് ഒരു സൈഡിൽ കൂടെ തനിക്ക് പറയാനുള്ളത് പറയാതെ, തൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ശരികളൊന്നും അറിയാതെ സമൂഹത്തിൽ ശബ്ദമില്ലാതെ പോകുന്ന കുറച്ചധികം പുരുഷന്മാരുണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിയപ്പെടാതെ പോകുമ്പോൾ അവർക്ക് വേണ്ടി ഒരു സംഘടന, അപ്പോൾ പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന മാനസിക വ്യതകളും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും ആ സംഘടന തീർക്കും എന്ന് കരുതിയിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ അതിൽ പോയതാണ്. അതായത് ഞാൻ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടും ഒക്കെ പ്രവർത്തിക്കും. ട്രാൻസ്ജെൻഡേഴ്സിന്റെ സ്ത്രീകളെ എടുത്തതിനെക്കാട്ടും കൂടുതൽ ട്രാൻസ്ജെൻഡേഴ്സിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് പോയത്. അല്ലാതെ ചേച്ചിക്ക് പുരുഷപക്ഷം സ്ത്രീപക്ഷം ഒന്നുമില്ല, ഞാൻ മനുഷ്യപക്ഷത്താണ്. ഇപ്പൊ ഒരു ഉദാഹരണം, ഇപ്പൊ മോൾ അത് അറിയാൻ സമൂഹമധ്യത്തിൽ പറയാ, ഒരു പുത്തനൊരു വണ്ടി മകൻ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ കടമക്കുടി പോവാം, നമുക്കൊരു ലൊക്കേഷൻ നോക്കാനാന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരുന്ന് ജസ്റ്റ് ഒരു 4 കൂടിയ മുക്കിന്റെ അവിടെ എത്തുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു സാധാരണക്കാരനായ ഒരു പ്രായം ചെന്ന മനുഷ്യൻ അറിയാതെ ഒന്ന് ചെന്ന് ഒരസി.
ഉരസി മീൻസ് ജസ്റ്റ് ഒന്ന് ഇടിച്ചെന്നൊന്നും പറയത്തില്ല. അപ്പോഴേ ആ ചെറുപ്പക്കാരൻ ഇറങ്ങി നിന്നിട്ട് അയാളെ പിടിച്ച് എന്നാടോ വൃത്തികെട്ട കളവാ താൻ കാണിച്ചെന്ന് പറഞ്ഞ് പിടിച്ച് ഒറ്റ തള്ളിന് തലയടിച്ച് ഹെൽമെറ്റ് വെച്ച് ടപ്പേന്ന് കേട്ട് ഞങ്ങളിങ്ങനെ സ്റ്റക്ക് അടിച്ചു. എന്നിട്ടാ അയാൾ പോകുക വെച്ചത്. അപ്പോഴും ചുറ്റും നിന്നവർക്ക് ശബ്ദമുണ്ടായിരുന്നില്ല. പുരുഷന്മാർ ആ ഒരു വണ്ടിക്കകത്തിരുന്ന് ഞാൻ രോഷം കൊണ്ട് എന്തുവാടോ താൻ കാണിച്ചതെന്ന് ചോദിച്ചപ്പോൾ മകൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു അമ്മേ ഒച്ചയിടാതെ സംസാരിക്കാതെ നമുക്ക് നോക്കാം, നമുക്ക് ചെന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാം. അങ്ങനല്ല മോളെ, പുരുഷന്മാർക്ക് എന്തുകൊണ്ട് ആ പോയ ആളെ പിടിക്കാൻ ശബ്ദമില്ലാതിരിക്കുന്ന കുറച്ച് പേർക്ക് ശബ്ദമുണ്ടാക്കി കൊടുക്കാനാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്നാണ് ഞാൻ കരുതി ഇരുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പോയി. ചേച്ചി ഇതിൽ ചേച്ചി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്കൊപ്പം ഈക്വൽ ആവുക എന്നല്ല, ഈക്വാളിറ്റി എല്ലാത്തിലും വരുത്തുക എന്നുള്ളതാണ്. പക്ഷെ ഫെമിനിസ്റ്റുകൾ കൂടുതലും ചെയ്യുന്നത് മോള് കരുതുന്ന പോലെയല്ല. അവർ ചെയ്യുന്നത് പിന്നെ ഭയങ്കരമായിട്ട് അതിശക്തമായിട്ട് അവരെ വെല്ലുവിളിക്കുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ചേച്ചി അതിലൊരു കാര്യം ഞാൻ പറയാം, അത് ചേച്ചിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. ഞാനാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഇപ്പൊ ചേച്ചിയുടെ ഒരു ഷോർട്ട് ഒരു മറ്റേ പാട്ടുണ്ടല്ലോ, നമ്മുടെ കാലത്ത് എഴുന്നേറ്റ് തന്നെ മേരി ചേട്ടാ രാവിലെ എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കടി, അങ്ങനെ അതെഴുതാൻ പോലും ചേച്ചിക്ക് പറയാൻ പോലും പറ്റിയത് ഈ ഫെമിനിസത്തിന്റെ ഒരു ഭാഗം. അതായത് കാലാകാലങ്ങളായിട്ട് ഫെമിനിസം ഇവിടെയുണ്ട്. അത് നമ്മൾ പറയുന്ന പോലെ അല്ല. നമ്മൾ പറയുമ്പോൾ പടവെട്ടി എന്നുള്ളത് പോലെയല്ല. അത് നിരന്തരം അവർ ഇവിടെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് കുറേ ആളുകൾ, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് സംസാരിക്കുമ്പോൾ ഒരു വോയിസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അത് ആളുകൾ കേൾക്കുന്നത്. അത് കുറച്ച് കാര്യമുണ്ട് എന്ന് മനസ്സിലായി. എങ്ങനെ അടിച്ചമർത്തപ്പെട്ട സ്ത്രീവർഗം അടിച്ചമർത്തപ്പെട്ടതെന്നല്ല, ഇവിടെ ഒരു ഈ സൊസൈറ്റി അല്ലെങ്കിൽ ഈ നമ്മളുടെ ഒരു എന്താ പറയുക കേരള കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പുരുഷ കേന്ദ്രീകൃതമാണ്, അല്ലെങ്കിൽ ഈ ലോകം മൊത്തം പുരുഷ മേധാവിത്വം ഉണ്ട്. പക്ഷെ അത് മോളുടെ കാലഘട്ടം ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ അതുണ്ടോ എന്ന് എനിക്ക് ചോദ്യമുള്ളൂ. എനിക്ക് അറിയില്ല നിങ്ങളുടെ എങ്ങനെയാണ്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ 100% പുരുഷ മേധാവിത്വം തന്നെയാണ്. അതിന് ഉദാഹരണം എൻ്റെ അമ്മ. അതാ പറഞ്ഞു, ചേച്ചിയോട് ചോദിക്കുമ്പോൾ ചേച്ചി ഇന്റർവ്യൂ വളച്ചു കെട്ടില്ലാതെ പറഞ്ഞു എന്റെ ജീവിതമാണ് എന്റെ ഇന്റർവ്യൂ. ചേച്ചി അത് തന്നെയാണ് ചേച്ചി ഇപ്പൊ പറഞ്ഞത്. ചേച്ചിയുടെ വീട്ടിൽ അത് കണ്ടിട്ടുണ്ട് പുരുഷ മേധാവി ഉണ്ട്, പക്ഷെ എന്റെ വീട്ടിൽ ഞാൻ അത് കണ്ടിട്ടില്ല. എന്റെ വീട്ടിൽ ജെൻഡർ ഇക്വാളിറ്റി ഇതൊന്നും എനിക്ക് പറയണ്ട. ഓട്ടോമാറ്റിക്കലി എന്റെ ഫാമിലിയിൽ അങ്ങനെ ആയിരുന്നു. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല്, ഇപ്പൊ ഒരാൾ കടയിൽ പോകണമെന്ന് പറഞ്ഞാൽ അച്ഛൻ പറയും പോയിച്ചൊന്ന് കടയിൽ പോയിട്ട് വാ. അവിടെ പെൺകൊച്ചല്ലേടാ, രാത്രി അല്ലേടാന്നൊന്നുമില്ല. നമ്മള് കടയിൽ പോകാൻ പറയുമ്പോഴത്തേക്കും ഞാൻ പറയും അച്ഛൻ ചേട്ടായി അല്ലേ, ചേട്ടായി പോട്ടെ. അതായത് ആണല്ലേ. അച്ഛൻ പറഞ്ഞു നിനക്ക് എന്താ പ്രശ്നം അതായത് പൊക്കോണം, അത് പറഞ്ഞാൽ പൊക്കോണം, അതൊരാണെന്നോ പെണ്ണെന്നോ ഇല്ല. ലാസ്റ്റ് എൻ്റെ അച്ഛൻ മരിക്കണ സമയത്ത് അച്ഛൻ പറഞ്ഞ ഒരു ഡയലോഗ്, അത് എല്ലാവരോടും പറഞ്ഞു, അച്ഛൻ എപ്പോഴും പറഞ്ഞു വേണ്ട വളർത്തി വലുതാക്കിയ ഒരു ഡയലോഗ് ഇത്രയാണ് എന്നോട്. എനിക്ക് മക്കള് 2 പേരാണ്, അതിലാണോ പെണ്ണെന്നില്ല, മക്കളാണ് എനിക്കുള്ളത്. എന്ത് ചെയ്യണം എന്നുള്ള ബുദ്ധിയുള്ള ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ഫാദറാണ്. അതായത് അതുകൊണ്ട് തന്നെ എനിക്ക് അതാണ് ഫെമിനിസം എന്നൊന്നും എനിക്കറിയില്ല. എന്നുവെച്ചാൽ എൻ്റെ വീട്ടിൽ ഞാൻ വളർന്നത് ഭയങ്കര, അതായത് ഞാൻ എൻ്റെ ബ്രദറിന്റെ കൂടെ കളിക്കാൻ പോകത്തുള്ളൂ. ഞാൻ ചെറുതിലെ മുതൽ പെൺപിള്ളേരുടെ കൂടെ കളിക്കാൻ പോകത്തില്ല. കാരണം കളിക്കാൻ പോകാൻ ചെറുതിലെ അപ്പനും അമ്മയും ഏൽപ്പിക്കണത് മൂത്തതിനെയാണല്ലോ. അപ്പൊ അവന്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോകും, മാഞ്ഞിലി മരത്തെ കയറാൻ പോകും, ഇങ്ങനെ അവന്റെ കൂടെ തന്നെ നടപ്പ്. അപ്പൊ ഒരിക്കലും എനിക്കൊരു ഫീല് വന്നിട്ടില്ല ഞാനൊരു പെണ്ണാണ്, അല്ലെങ്കിൽ ഓക്കെ എനിക്ക് പീരിയഡ്സ് ആവുന്നുണ്ട്, അതൊക്കെ ഓക്കെ നമ്മൾ പെണ്ണാണല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പീരിയഡ്സ് ആയപ്പോ പോലും എൻ്റെ വീട്ടില് പലഹാരം കൊണ്ടെന്ന് വെച്ചിട്ട് ഇവനാ തിന്നണത്, ആങ്ങളെയാ തിന്നണത്. അപ്പൊ പോലും എൻ്റെ അച്ഛനും അമ്മയും എന്നെ അവനെ ഒന്ന് മാറ്റിക്കെടുത്ത, അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അല്ലെങ്കിൽ നീ ആണാണ് ഇവിടുത്തെ ഏറ്റവും വലുതെന്നും പക്ഷെ വീട്ടില് ചേച്ചി പറഞ്ഞ പോലെ അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മമാര് ആണാണ് ഭയങ്കരത്, ആണാണ് തലമുറ കൊണ്ടുപോകേണ്ടതെന്ന് പറയുന്നുണ്ട്. അതായത് അമ്മയല്ല, അമ്മയുടെ ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരാവട്ടെ അമ്മയുടെ വീട്ടുകാരാവട്ടെ ആണാണ് തലമുറ കൊണ്ടുപോകേണ്ടത്. സോ അവർക്ക് കുറെ കൂടെ ഇത് കൊടുക്കണം, ഫ്രീഡം എന്നല്ല എല്ലാ കാര്യങ്ങളും. പക്ഷെ എൻ്റെ വീട്ടിൽ അച്ഛൻ അത് സമ്മതിച്ചിട്ടില്ല. പുള്ളി ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടാണ്. അതായത് അവക്ക് അവിടോട്ട് പോകണം, പോയിട്ട് വരട്ടെ, നിനക്ക് അങ്ങോട്ട് പോകണം, ഒറ്റയ്ക്ക് പോകണം. ഞാൻ ഒറ്റയ്ക്ക് 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പാലായിക്ക് ബസ് കയറി വരുന്നത് ഒറ്റയ്ക്ക്. ഇത് എന്നോട് ആരും പറഞ്ഞു തന്നല്ല, അച്ഛനറിയാം ഞാൻ അവിടെ നിന്ന് കയറി ഇവിടെ ഇറങ്ങും, കാരണം ആ ഇതിലാണ് എന്നെ വളർത്തിയത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ അല്ലാത്ത കുടുംബമാണ് ചേച്ചിയുടേത്. ഇവിടെയാണ് നമ്മൾ ഫെമിനിസം. അപ്പൊ ഞാൻ പറയുന്നത് ഓരോ വ്യക്തിയുടെയും ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ചാണോ
അവള് ഫെമിനിസ്റ്റ് ആകുന്നത്? അതൊരു ചോദ്യം എനിക്കിപ്പോ മോള് പറഞ്ഞപ്പോൾ ഒത്തിരി അറിവുകൾ കിട്ടി ചേച്ചിക്ക്. അല്ല, എന്റെ ജീവിതാനുഭവം നേരെ വിപരീതമാണ്. അപ്പൊ ചേച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ നമ്മൾ അത്തരപ്പെട്ട സ്ത്രീകളോട് കുറെ കൂടെ പറയണം. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ എനിക്കറിയുന്ന ഒരുപാട് കേസുകളുണ്ട്, ഡിവോഴ്സ് ആയിട്ട് പുരുഷനെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ, അതായത് മാക്സിമം കുഞ്ഞുങ്ങളാണ് ഇവരുടെ ഒരു ആയുധം. കാരണം ഇവരുടെ വീക്ക്നെസ് അതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നവരുണ്ട്, ഇല്ലാന്നല്ല. ഇതേ സാധനം പുരുഷന്മാരും നമ്മുടെ അടുത്ത് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ പറയുന്നത്, ചേച്ചി എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചാൽ മതി, ചേച്ചിയുടെ ഷോർട്ട് ഫിലിം ഉണ്ട് വേശ്യ. ഞാൻ വേശ്യ കണ്ടതാ. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു സ്ത്രീ ഒരു പുരുഷൻ, നമ്മുടെ കാലഘട്ടത്തിലേക്ക് പോകാവേ, ഈ കാലഘട്ടത്തിലേക്ക് നിൽക്കട്ടെ, ഒരു പുരുഷൻ ഒരു സ്ത്രീയായിട്ട് സംസാരിച്ച ആ സ്പോട്ടിൽ അവർ പറയുന്ന അവള് പോക്ക് വെടിയാന്ന് പറയും അല്ലേ? ഇത് ഒരാണും പെണ്ണും കൂടെ അടുത്തിരുന്നാൽ അങ്ങനെ പറയുമെങ്കിലും ഇന്നത്തെ കാലഘട്ടം എവിടെ നോക്കിയാലും നമ്മൾ കാണാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പരസ്യമായിട്ട് കാണുന്നുണ്ട്. 2000 ശേഷമുള്ള തലമുറ കേൾക്കുന്നത് ഇതാണ്. അത് കേൾക്കാതെ ഞാനൊന്നും അത് കേട്ട് തഴമ്പിച്ച ആൾക്കാരാണ് ഞാനൊക്കെ. പക്ഷെ നമ്മൾ അതാണോ? ഞാൻ ചോദിക്കുന്നത് അതാണോ? അപ്പൊ ഇങ്ങനെ കേൾക്കുന്നിടത്താണ് നമ്മൾ ശക്തമായ പ്രതികരണം. അത് പുരുഷന്മാർക്ക് എത്ര, ഞാൻ പറഞ്ഞത് ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്, ഞാൻ പുരുഷ വിരോധിയാണെന്നല്ല. ഇവിടെ എപ്പോഴും വർക്കൗട്ട് ആവുന്ന ഒരു സ്ത്രീ മോശമാണെന്ന് പറഞ്ഞാൽ എളുപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവളെ താറാക്കാൻ പറ്റും, അതായത് അവളെ ഇല്ലാണ്ടാക്കാൻ പറ്റും. പക്ഷെ പുരുഷൻ എത്ര തളർത്താൻ പറ്റും, മാനസികമായി തളർത്താൻ പറ്റുന്ന എത്ര സ്ത്രീകളുടെ കൂടെ പോയാലും കുഴപ്പമില്ല, അത് അവന്റെ സാഹചര്യം, തുണ വേണം. മോൾ ഇത് പറഞ്ഞപ്പോ ആ വേശ്യക്കകത്ത് ശ്രദ്ധിച്ചായിരുന്നോ? ആ വേശ്യ നടന്നു പോയപ്പോ വേശ്യ എന്ന് പറഞ്ഞപ്പോ അയാളോട് ചോദിക്കുന്നത്, നിന്റെ മകന്റെ എന്റെ കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലും ഒക്കെ എന്റെ അടുത്ത് രാത്രി വരുന്ന നിങ്ങളുടെ മകനെ ഞാൻ എന്ത് വിളിക്കണോന്ന് ചോദിച്ച ശക്തമായ ഒരു ചോദ്യമല്ലേ സമൂഹത്തോട്? അവളെ വേശ്യ എന്ന് പറഞ്ഞ അയാൾ, ആ പറഞ്ഞയാളുടെ മകൻ അവളുടെ അടുത്ത് വരുന്ന, അതെന്താണെന്നറിയാം മോളെ? സമൂഹത്തിലേക്കുള്ള ചാട്ടവാർ അടികളാണത്. പറയാനുള്ളത് ആരും കേൾക്കാനില്ല. ഒരു ആക്ട്രസ് പറഞ്ഞപ്പോൾ അതിന് വാല്യൂ, ഇപ്പൊ മോള് ശ്രദ്ധിച്ചത്, ഒരു ആക്ട്രസ് പറഞ്ഞു പുരുഷന്മാർക്ക് ഇങ്ങനെ ഇത് ബസ്സിൽ ഇത് വേണം എന്ന് പറഞ്ഞ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ മോളെ, എന്താ പറയാ, പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായിട്ടുള്ള ഈ പറഞ്ഞ പോലെ മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്, അതുപോലെ സ്ത്രീകളുണ്ട്. മോള് പറഞ്ഞതുപോലെ ഫിസിക്കലി നമ്മള് വീക്കാണ്. അതുകൊണ്ടാണ് ഫെമിനിസം പറയേണ്ടി വരുന്നത്. ഫിസിക്കലി എന്ന് മാത്രമല്ല, നമ്മളാണ് ഏറ്റവും കൂടുതൽ. ചേച്ചി, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടതാ. ചേച്ചിക്ക് ചേച്ചിയുടെ മകനെ ചെറുതിലെ വെച്ചുകൊണ്ട് എത്ര നേരം എളി വെക്കാം. പക്ഷെ ഇതേ സ്ഥാനത്ത് നിങ്ങളുടെ അപ്പൻ്റെ കയ്യിൽ ഇപ്പം കൊടുത്തു കഴിഞ്ഞാൽ, ചേച്ചിയുടെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റുള്ളിൽ എളി വെക്കത്തില്ല. അല്ല, അത് പിന്നെ മോളെ അങ്ങനെ അന്നത്തെ കാലത്ത് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയാണ്. അപ്പോൾ അവിടെ എന്താ ഈ ഷീറ്റ് കഴുകുന്ന ഇഷ്ടംപോലെ റബ്ബറുണ്ട്. ഷീറ്റ് കഴിയുന്ന വെള്ളത്തിൽ നിന്നാണ് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് കുറച്ചു നേരം വന്നു കഴിയുമ്പോൾ നിന്ന് പോകും. അപ്പോൾ ഒക്കത്ത് വെച്ച് കരിയെടുപ്പ് ഊതി ഈ പ്രിയാഷൈൻ എന്ന് പറയുന്ന ആൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ ബോൾഡായിട്ടുള്ള പ്രിയാഷൈൻ എങ്ങനെ ആയി? ഒക്കത്ത് വെച്ച് ഊതി ഷീറ്റിന് പുക വേണം, ഊതി അന്ന് ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് ഞാനടുത്ത് BSc MA വരെ പഠിച്ചതാ. എനിക്ക് ഊതി മടുക്ക് അങ്ങനെ ഞാൻ പറഞ്ഞത് അതാണ് നമ്മൾ. പക്ഷെ ഏറ്റവും കൂടുതൽ ഭാരം ഹാൻഡിൽ ചെയ്യുന്ന നമ്മളാണ്. നമ്മൾ മെന്റലിയും ഭയങ്കര ഇതാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കില്ലേ, സ്ത്രീകൾ വൺസ് നമ്മളൊരു പ്രശ്നത്തിലകപ്പെട്ട് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ബോൾഡാണ്, സ്പോട്ടിൽ നമ്മൾ ബോൾഡാണ്. പുരുഷന്മാർക്ക് അത്രയും ആ ഒരു മൈൻഡ് സെറ്റ് എത്തിയിട്ടില്ല. അവരെപ്പോഴും ആ ഒരു ഇതിലിങ്ങനെ കരഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു മെന്റലി ഇങ്ങനെ നിൽക്കും. ഇവിടെ ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ ഒരു ഈക്വാളിറ്റി പറയാനൊന്നുമല്ല, ഇതാണ് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത്, മനുഷ്യപക്ഷം തന്നെയാണ്. പക്ഷെ അതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തണം. ചേച്ചി പറഞ്ഞ പോലെ പുരുഷന്മാരുടെ ആ ഇതിൽ പോയപ്പം, മെൻസ് അസോസിയേഷനിൽ പോയപ്പം സവാദിന് മാല ഇട്ടിരുന്നു ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പം. ഞാൻ പോയില്ല അതിന് കേട്ടോ. അല്ല, ഞാൻ പറയണത് അവിടെ അത് ചേച്ചി ചോദ്യം ചെയ്തോ? ചേച്ചി പോയില്ല എന്ന് പറഞ്ഞു, ചോദ്യം ചെയ്തോ ഇല്ലയോ? സവാദിന് മാല ഇട്ടപ്പോഴത്തേക്കും എനിക്ക് ഞാൻ ഉദ്ദേശിച്ചത് ആ സവേദ് എന്ന് പറയുന്ന ആൾ അങ്ങനെ ഒരു പക്ഷെ ചെയ്തുവെങ്കിൽ ആ അടുത്തിരുന്ന കൊച്ചു ചിലപ്പോൾ ഉരുമോ മുട്ടുവോ ചെയ്തപ്പോൾ പ്രലോഭനം, അത് മനുഷ്യനാണ്, അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ. എങ്കിൽ പോലും അവനൊരു കുടുംബമുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അപ്പം അതുകൊണ്ടൊന്ന് ക്ഷമിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് പിന്നീട് എൻ്റെ അടുത്ത് വേറെ അവനെ കൊണ്ടുപോയ ഡോക്ടറുടെ വല്ല ബന്ധുവായിരിക്കും എന്നോട് പറഞ്ഞു, പ്രിയ ചേച്ചി അത് ആ പയ്യന് അങ്ങനത്തെ ഒരു ബ്ലഡിലുള്ളതാണ്, ചിലർക്ക് എക്സിബിഷനിസം പോലെ ഉള്ളതാണ്. അപ്പോൾ അത് മാല ഇട്ടപ്പോൾ അതൊരു എന്നോട് ചോദിച്ചു പ്രിയയ്ക്ക് വരാൻ ബുദ്ധിമുട്ട്. ഞാൻ അതുകൊണ്ടല്ല, ഞാൻ മാല ഇടുന്നതിനോട് ഞാൻ വരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ആ പയ്യന് അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു രോഗമുണ്ടെങ്കിൽ അന്തസ്സായിട്ട് പേരൻസ് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ഇത് കാണിക്കില്ല. എനിക്കൊരു പ്രശ്നമുണ്ട്, എൻ്റെ പേരൻസ് അത് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യണം മോളെ, അല്ലാതെ പിന്നെ ബസ്സിലിരുന്ന് അങ്ങനെ. ചേച്ചി ഇപ്പൊ പറഞ്ഞതിനകത്ത് തന്നെ ഒരു ചെറിയ തിരുത്തുണ്ട്. ഇപ്പൊ ചേച്ചി പറഞ്ഞില്ലേ സവാദ് ഇങ്ങനെ മുട്ടി, ആ പെൺകുട്ടി മുട്ടിയിരുമ ചിലപ്പം ഇത് തോന്നിയെന്ന്. ചേച്ചി
ഇതിന് മുട്ടി ഒരുമണമെന്നൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കുറവലങ്ങാട് പോയിട്ട് ഞാൻ ജസ്റ്റ് കുറവലങ്ങാട് സ്റ്റാൻഡിൽ നിന്ന് പള്ളിക്കവല വരെ ഞാൻ നിൽക്കുക, അതായത് അതിനുശേഷം നിന്നു. പള്ളിക്കവല വരെ ഇങ്ങനെ നിന്നപ്പോ തന്നെ ഞാൻ കേറിയപ്പോ തന്നെ എന്നെ വന്ന് ഒരുത്തിന് ഇങ്ങനെ ഇടിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്ത് വണ്ടി ഷെയ്ക്കാൻ, നമ്മൾ അതാണല്ലോ ഫസ്റ്റ് നമ്മളെ കയറി പിടിക്കുവോ, ആ മൈൻഡ് സെറ്റായി. അപ്പൊ ഞാൻ ഒന്ന് ക്ഷമിച്ചു. രണ്ടാമത് എന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിക്ക് സീറ്റ് കിട്ടിയപ്പോൾ ഞാൻ അവളോട് ഇരിക്കാൻ പറഞ്ഞു. ഇതെല്ലാം ഒരു ചെറിയ 1 കിലോമീറ്റർ പോലും ഗ്യാപ്പിലില്ല. രണ്ടാമത് ഞാൻ നോക്കിയപ്പോ ഇയാള് നിന്ന ദൂരത്തുനിന്ന് വന്ന് എന്റെ ഇങ്ങനെ വന്ന് ഇടിച്ച്. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമുണ്ടായി. അങ്ങനെ പ്രശ്നം ഉണ്ടാവുകയല്ല ചെയ്യേണ്ടത്, അപ്പോഴേ തിരിഞ്ഞു കൂടെ നമ്മുടെ കാണത്തില്ല. പക്ഷെ നമ്മൾ അത് തന്നെ ആയിരിക്കില്ലേ കുട്ടി ചെയ്തത്. ആ കുട്ടി അതാണ് വീഡിയോ എടുത്തത്. അവളൊരിക്കലും അവനെ മുട്ടണമെന്നോ ഉരുമണമെന്നോ ഇല്ല. ഇവർക്ക് ഇത് ചെയ്യണമെങ്കിൽ സ്വയമേ മുട്ടിയില്ലെങ്കിൽ പോലും ബസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോൾ ചിലപ്പോൾ ചേച്ചി നമ്മളെപ്പോഴും ന്യായീകരണങ്ങൾ ചെയ്യും ചേച്ചി. ഞാൻ എപ്പോഴും പോകുമ്പോൾ അവർക്ക് അത് മുട്ടിയതായിരിക്കത്തില്ല കേട്ടോ. അത് ചിലപ്പോൾ ബസിന്റെ നമ്മളെ ന്യായീകരിക്കും. 1000 തവണ ന്യായീകരിച്ചിട്ട് 1001ാമത്തെ തവണയാണ് ആക്ഷൻ എടുക്കുന്നത്. ഞാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭ്രാന്തായി. എനിക്ക് എന്നെ ചെയ്യേണ്ട നിറത്തില്ല. ഞാനാണെങ്കിൽ എനിക്കിങ്ങനെ എന്തോ പോലെ ഞാനൊരു ഇയാളെ ഒന്നും തല്ലിയിട്ട് പോലും കാര്യമില്ല. അങ്ങനെ പറഞ്ഞു. അല്ല ഞാൻ പറയും മനസ്സിലല്ല, ഇയാളെ തല്ലിയിട്ട് കാര്യമില്ല, ഇയാളെ വെച്ചിട്ട് എനിക്ക് ഒരു കാര്യമില്ല. ഞാൻ കുറെ കൂടെ ഫ്രണ്ടോട്ട് കയറി നിന്നിട്ട് ഞാൻ എന്ത് കഷ്ടമാണോ എന്ന് ചോദിച്ചു. അയാൾക്ക് മനസ്സിലായി. അയാൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോയി. എനിക്ക് അവിടെ വേണം ഒച്ചയിടാം, ചേച്ചി പറഞ്ഞ പോലെ കുടുംബം നോക്കാം, അല്ലെങ്കിൽ എനിക്ക് വൈറലാവാം. അല്ല മീൻസ് ഞാൻ ചെയ്തത് വൈറലാവാണെന്നല്ല, നമുക്കത് ചെയ്യാം. പക്ഷെ ഞാൻ ആലോചിച്ചില്ല, ഞാൻ ഇത്രപ്പെട്ട ഇതിനെയൊക്കെ നമ്മൾ എത്ര നാളായി ഇത് അനുഭവിക്കുന്നത്. അനുഭവത്തിന്റെ വേറൊരു കാര്യം പറയും, ചിലവർക്ക് അത് ഈ സവേദന പോലെ ബ്ലഡിലെ അതുപോലെയുള്ള ചില ആൾക്കാരുണ്ട്, അതിന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ നമ്മൾ അവരെ ഇൻസൾട്ട് ചെയ്തിട്ട് മാത്രമല്ല ഇൻസൾട്ട് ആയിട്ട് ചേച്ചി പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. പ്രശ്നങ്ങളുള്ളവരുണ്ട്. പക്ഷെ ചേച്ചി ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, നമ്മൾ നമ്മുടെ വീട്ടില് ഏറ്റവും ഫ്രീ ആയിട്ട് നടക്കുന്നവരാണ്. നമ്മുടെ അപ്പനോ അമ്മയ്ക്കോ നമ്മളെ കണ്ട, അല്ലെങ്കിൽ അപ്പനോ ആങ്ങളമാർക്കോ കസിൻസ് വരെ ഞാൻ പറയുന്നില്ല, എങ്കിലും നമുക്ക് എഴുത്തുകാരി ആയതുകൊണ്ട് കുറെ പിള്ളേർ വന്ന് പറയുന്ന അല്ല ബ്ലഡിൽ പറയുവാണെങ്കിൽ അപ്പനും ആങ്ങളെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എങ്ങനെ കണ്ടാ നമുക്കൊന്നും തോന്നത്തില്ലല്ലോ. പക്ഷെ ഇത് തോന്നുന്ന ആളുകളുണ്ട്. അല്ല മോളെ, പാലക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളില് എന്നെ സ്പീച്ചിന് വിളിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ക്ലാസ് എടുക്കാൻ വിളിച്ചപ്പോൾ പെൺകുട്ടികൾ ആൺകുട്ടികളെ ഇരുത്തിക്കൊണ്ടേ ഞാൻ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. കാരണം എല്ലാവരും പറയും പെൺകുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാൻ. അവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് കൊച്ചു പയ്യന്മാർ പറഞ്ഞത് അപ്പൻ മകനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യാൻ പറ്റും മോളിപ്പോ പറഞ്ഞത്. അതുകൊണ്ട് ആ പ്രിൻസിപ്പലിനോട് പറഞ്ഞിട്ട് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ആ ചേച്ചി അവിടെ നിന്ന് പോകുന്നത്. പറയാൻ പേടി. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് നമ്മൾ വീട്ടിൽ നിന്നാണ് പ്രാക്ടീസ് കൊടുക്കേണ്ടത്. നമ്മള് അതായത് യഥാർത്ഥ ലൈംഗിക വിദ്യാഭ്യാസം വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കണം. നമ്മൾ ഈ പറയുന്ന ഇപ്പൊ ഷോർട്സ് ഇട്ടാലോ നമ്മുടെ അപ്പനും അമ്മയ്ക്കോ അതൊന്നും തോന്നാത്തതിന്, അല്ലെങ്കിൽ എടാ ഇത് നിന്റെ പെങ്ങളാണ്, നിനക്ക് നമ്മൾ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ട്രെയിൻ ചെയ്യിക്കേണ്ടതാണ്. ഒരു പെണ്ണിന്റെ എന്തെങ്കിലും ഒരു ഭാഗം കണ്ടാൽ നിനക്ക് എന്താ പറയാ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഇതുണ്ടായാലും അത് കൺട്രോൾ ചെയ്യണം. വികാരം ഉണ്ടായാലും കൺട്രോൾ ചെയ്യണം. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നത്, അത് മോള് പറഞ്ഞ വളരെ കറക്റ്റാ. പക്ഷേ ഈ ബ്ലഡിൽ ഇങ്ങനെ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു അസുഖമായിട്ടുള്ളെങ്കിൽ അത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന ട്രീറ്റ്മെന്റ് അവിടെയാണ് ചേച്ചി. അസുഖം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ കിട്ടിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രോമാസിന്റെ പുറത്തായിരിക്കും ഇവർക്കത് കിട്ടണത് മുൻകാലങ്ങളിൽ. അത് നമുക്ക് അറിയില്ല. ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ. അത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന മരുന്നല്ല, അത് ഹീലിംഗ്, സൈക്കോളജി പരമായിട്ടുള്ള സെഷൻസ്, ഇതൊക്കെയാണ്. എനിക്ക് ചേച്ചിയോട് കുറെ നാളുകളായിട്ടുള്ള സംസാരിക്കണം എന്നുള്ള വിഷയങ്ങളാണ് ഞാനിത് സംസാരിച്ചത്. എന്തും എന്നോട് തുറന്നു ചോദിക്കാൻ ചേച്ചി അതുപോലെ തന്നെ റിപ്ലൈ ചെയ്യും. ദേഷ്യം ഉണ്ടാവത്തേ ഇല്ല. കാരണം എന്നാന്ന് വെച്ചാൽ എനിക്കും അങ്ങനെ ദേഷ്യമൊന്നുമില്ല. അല്ല, എന്താ പറയുക, രക്തത്തിൽ നമുക്ക് അനുഭവിച്ച ജീവിതാനുഭവങ്ങളാ മോളെ പറയുന്നത്. അല്ലാതെ ഞാൻ എഴുതുന്നത് വൈറലാകാൻ വേണ്ടിയോ ഒരു വർക്ക് എടുക്കുന്ന ഒന്നുമല്ല. എനിക്കും ഒരു മാനസികമായ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ മെൻസ് അസോസിയേഷൻ്റെത് ഞാൻ ചോദിക്കാനുള്ള ഒരു കാരണം അവിടെ പോയി എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ചേച്ചിക്ക് ഇഷ്ടമുള്ളിടത്ത് നിൽക്കുക, അല്ലെങ്കിൽ നിൽക്കുക എന്നുള്ളതല്ല മോളെ, അവരെന്നെ മുഖ്യ അതിഥിയായിട്ട് വിളിക്കുന്നതാ. ഞാനിപ്പോ മെൻസ് അസോസിയേഷൻ വിളിച്ചാലും വേറെ ഏത് സംഘടന വിളിച്ചാലും ചേച്ചി അവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വെക്കാൻ. ചേച്ചി മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നല്ലേ അല്ലേ, പ്രസിഡന്റ് അല്ലേ, അപ്പോസിറ്റ്. ഓക്കെ, മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് പറയുന്നത് പക്കാ സ്ത്രീ വിരുദ്ധതയാണ്. അത് സ്ത്രീയായ ചേച്ചിയെങ്കിലും അറ്റ്ലീസ്റ്റ് തിരിച്ചറിയുക. അത് കുറഞ്ഞ പക്ഷം. ചേച്ചി പറയുന്ന ചേച്ചിയുടെ അനുഭവത്തിൽ നിന്നാ എനിക്കിത് വന്നല്ലോ, അപ്പൊ എനിക്ക് ഇതേ തെറ്റി എന്റെ ആങ്ങളയ്ക്ക് വന്നല്ലോ, എന്റെ അപ്പന് വന്നല്ലോ, എന്റെ ഭർത്താവിന് വന്നല്ലോ,
അതപ്പോ വേറൊരു പുരുഷൻ വരരുതെന്നുള്ളതുകൊണ്ടായിരിക്കും ചേച്ചി ഒരു ഇറങ്ങുന്നത്. കാര്യം കൂടെ പറയാം. ഈ കഴിഞ്ഞ ദിവസം ഒരു വരവരെയുള്ള സ്ട്രൈപ്സ് ഉള്ള ബനിയൻ ഇട്ട് ഈ സ്പോർട്സിന്റെ പോലെ ഇട്ട ഒരു കുട്ടിയുടെ ബ്രസ്റ്റിന് പുറകുവശത്തൂടെ വന്ന് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ ചെയ്തതപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് ഭാര്യയുണ്ട് കുട്ടിയുണ്ടെന്ന് പറഞ്ഞ് അയാൾ ഓടുന്നു നിക്കടാ അവിടെ എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ഞാൻ മെൻസ് അസോസിയേഷനിലെ പേര് പറയുന്നില്ല. ഒരാൾക്ക് ഇട്ടുകൊടുത്തപ്പം അദ്ദേഹം പ്രതികരിച്ച് എന്താന്ന് പറയുമോ, ചേച്ചി അത് ക്യാമറയുണ്ടല്ലോ, ക്യാമറയെ നോക്കിയിട്ട് അതിൻ്റെ കൺഫേം ചെയ്യണം അതെന്താ ശരിയായിട്ട് ഇത് സംഭവിച്ചതാണോ, ആണ് ക്യാമറയിൽ നോക്കി കൺഫേം ചെയ്തതിന് ശേഷം അയാൾ തെറ്റ് ചെയ്തു എങ്കിൽ ഏറ്റവും ക്രൂരമായ ശിക്ഷ തന്നെ അയാൾക്ക് കൊടുക്കണം. എങ്കിലും ക്യാമറയിൽ നോക്കി കൺഫേം ചെയ്യണം. ചേച്ചി ഇങ്ങനെ ചേച്ചി ക്യാമറയെ നോക്കുന്ന ഒരു സ്ത്രീ പറയുന്നത് മെൻസസ് അസോസിയേഷന്റെ അതിലുള്ള അത് തന്നെയാണ് ഞാൻ പറഞ്ഞ സ്ത്രീ വിരുദ്ധതാണ്. അതായത് ചേച്ചി ഇപ്പൊ മെൻസ് അസോസിയേഷനിൽ ചെയ്താലും സ്ത്രീ ഇതിൽ ചെയ്താലും സത്യസന്ധമായ കാര്യങ്ങൾ ചേച്ചി നമ്മൾ സ്ത്രീകൾ ആരെങ്കിലും പരസ്യമായിട്ട് പുരുഷന്മാരെ കയറി പിടിച്ചത് കേട്ടിട്ടുണ്ടോ? പറയത്തില്ല. അല്ല നമ്മൾ കയറി പിടിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പരസ്യമായിട്ട് കയറി പിടിച്ചിട്ടുണ്ടോ? നമുക്ക് പിടിക്കാൻ തോന്നുവോ? ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഒരു കൊച്ചു വന്നിരുന്നാൽ മാതൃത്വം നമുക്ക് വരും. ഒരു പുരുഷൻ വന്നിരുന്നാൽ നമുക്കൊരു ലജ്ജ വരും. സീരിയസ് ആയിട്ടും ചേച്ചി നമുക്ക് ലജ്ജ വരും. അടുത്തത് ഒരു ഇത്തിരിയുടെ പ്രായമുള്ള ഒരാളാണെങ്കിൽ അയ്യോ റെസ്പെക്ട് വരും. ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ, ഇത് നമുക്കുടെ ബ്രെയിനിലുണ്ട്, എന്തുകൊണ്ട് അവർക്കില്ല? ഒരു സ്ത്രീ ഒരിക്കലും ഈ കയറി പിടിച്ചു അതൊരു വീഡിയോ എടുത്തു ഞാൻ പറഞ്ഞില്ല ബാഡ് ടച്ച് ഒക്കെ നമുക്ക് അറിയാലോ ചേച്ചി, വെറുതെ പോലെ എനിക്കത് പറയുമ്പോൾ തന്നെ എന്റെ മേലിലൂടെ ഏതാണ്ടൊക്കെ കയറി പോകുന്ന പോലെ ആ ഒരു സീനെ നമ്മൾ അനുഭവിക്കുന്ന ട്രോമ ഭയങ്കര. ആരും പ്രതികരിക്കത്തില്ല, ഈ ഒരാൾ വേണം പ്രതികരിക്കാൻ. ഇപ്പോഴുള്ള കുട്ടികൾ കുറച്ചൊക്കെ പ്രതികരിക്കുന്നുണ്ട് നന്നായിട്ട്. പിന്നെ ഇല്ല മോളെ വേറൊരു കാര്യം, ഈ പറഞ്ഞ ഒരു 2 പോയിന്റ് മോൾ ഇത്രയും ചോദിച്ചുകൊണ്ട്, ഏറ്റവും കൂടുതലായിട്ട് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കേണ്ട സ്കൂളുകളിൽ നിന്നല്ല വീട്ടിൽ നിന്നാണ്. അതൊന്ന്. 2 പെൺകുട്ടികൾ മസ്റ്റായിട്ടും ആയോധന കലയായ കളരിയുള്ള ഇതൊന്നും അല്ല, ബ്ലാക്ക് ബെൽറ്റ് മറ്റേതൊന്നും അല്ല, കരാട്ടെ ഒന്നും അല്ലാതെ ആയോധന കല പഠിച്ചിരുന്ന ഒരു പരിധി വരെ ജസ്റ്റ് ഇപ്പൊ അതൊക്കെ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ കുറെ നാളുകളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ചേച്ചി. അതൊക്കെ രസമാണ്. ഞാൻ പറഞ്ഞ ഇത് അമ്മമാരെ കുത്താനോ ഇടിക്കാനോ ഒന്നും അല്ല. നമ്മൾ തന്നെ പറയും ചില സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കാൻ റോച്ചടിയും കിട്ടി കൊടുക്കാം. അപ്പോഴും ഞാൻ ആലോചിക്കാം എന്റെ കൈ പോലും ആ വൃത്തികെട്ടവന്റെ മേത്ത് പതിഞ്ഞ് വൃത്തികേടാവരുത്. മോളെ അത് വേറൊരു കാര്യമുണ്ട്. മോളിപ്പോ ഇത്ര രോഷം കൊണ്ട് അല്ലെങ്കിൽ ആത്മനൊമ്പരത്തോടെ വ്രണപ്പെട്ട് പറഞ്ഞില്ലേ, മമതാ മോഹൻദാസ് കീമോ എടുത്ത് അല്ലെങ്കിൽ ആ ഒരു പീരിയഡ് ഓഫ് ടൈമിൽ അവർ മയക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എന്തോ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് മയക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവരനുഭവിച്ച ട്രോമ മോൾ അറിയുമോ? ഒരു ക്യാൻസർ സർവൈവറായി എനിക്ക് അതെങ്ങനെ ആയിരിക്കും അത് നമ്മൾ അനുഭവിക്കുമ്പോൾ എന്നുള്ള അത്രയും ക്രിട്ടിക്കലായിട്ട് നമ്മൾ അപ്പോഴൊക്കെ ഉണ്ടല്ലോ ആ പെയിൻ എന്ന് പറയുന്നത് ഒരു എത്ര ശക്തമായ സ്ത്രീ ആയാലും ഒരുത്തൻ അങ്ങനെ ചെയ്യുമ്പോൾ അവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ചേച്ചി അതാ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നത്. കാരണം ആ ഒരു രോക്ഷമൊക്കെയാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്നത്. അല്ല അങ്ങനെ ഒരു മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ടേബിളിൽ കിടക്കുമ്പോൾ ഒരു ഡോക്ടർ അത് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു സർജന് അല്ലെങ്കിൽ അത് ചെയ്യുമ്പോഴുള്ള ഒരു അവസ്ഥ നമ്മൾ ബോധം കൊണ്ട് നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. നിസ്സഹായായി പോയ സ്ത്രീ അവിടെ. ചേച്ചി ഇതേ സാധനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേച്ചി സർജറി കഴിഞ്ഞിട്ട് കിടന്നപ്പം എടുത്തോണ്ട് പോയ അറ്റൻഡർ, ഇത് ഞാൻ ആ ചേച്ചിയുടെയൊക്കെ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ഒരാളാണ്. അറ്റൻഡർ ഈ ചേച്ചീനെ കയറി പിടിച്ചു, എന്നിട്ട് വേണ്ടാത്തത് ചെയ്തു. ഈ ചേച്ചി ബോധം വന്നപ്പോൾ ഇതിന് പറ്റുന്നില്ല, സഡേഷനല്ലേ, എല്ലാം അറിയുന്നുണ്ട്, എതിർക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ട് ആ പെണ്ണ് ഇപ്പോഴും തെരുവിലിറങ്ങി യുദ്ധം ചെയ്യുക അവനെ പുറത്താക്കാൻ. അവനെ ഒരു തവണ പുറത്താക്കി, എന്ത് അന്വേഷണം നടത്തണം പോലും. നമ്മൾ എന്തുകൊണ്ടാണ് ഒരാളൊരു ആരോപണം വരുമ്പോഴേ ചെയ്തില്ല? സ്ത്രീകൾക്ക് നിയമം ഉണ്ടെന്ന് ശക്തമായിട്ട് പറയുന്ന വ്യക്തികൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. സ്ത്രീകൾക്ക് നിയമമുണ്ട് നിയമം, പക്ഷെ സ്ത്രീകൾ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമായിട്ട് കോടതി കയറി ഇറങ്ങിയാൽ അവരെ മൈൻഡ് പോലും ചെയ്യത്തില്ല. എൻ്റെ പൊന്നു ചേച്ചി, ആ ചേച്ചി എന്നിട്ടുണ്ടല്ലോ എന്തോ ഒരു സ്ട്രഗിൾ ചെയ്തെന്നറിയാവോ. ആ ചേച്ചി അവസാനം മടുത്ത് അവനെ 10 ദിവസം പറഞ്ഞു വിടും, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ എടുക്കും. ഇത് തന്നെ അവർ ഞാൻ പറഞ്ഞ ഇപ്പൊ ചേച്ചി പറഞ്ഞ മമതയുടെ കാര്യം, അന്ന് ആ ഡോക്ടർ മിസ്ബിഹേവ് ചെയ്ത് മമത തന്നെ അത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എൻ്റെ അമ്മേനെ ആണേലും, അമ്മ വയ്യാത്ത ഒരു വ്യക്തിയാണ്, അമ്മേനെ ആണേലും നമ്മളൊരു എക്സൈക്ക് കയറ്റുമ്പോഴും ഞാനായാലും പിന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ എനിക്ക് അങ്ങനെ വരത്തില്ലെന്നറിയാം, എന്നാലും വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ നമുക്കിങ്ങനെ ശൂന്യതയിലൊക്കെ കിടക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഓർമ്മ വരും. തീർച്ചയായും ചേച്ചി, അത് ആത്മാവിന്ന് തൊട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. വർഷങ്ങൾക്ക് മുന്നേ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു നാദർഷയുടെ, വർഷങ്ങൾക്ക് മുന്നേ ഒരു 10 എത്രയോ തന്നെ ആര്യൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ചെയ്തതാ. ഇതുപോലെ ശവം ഡെഡ് ബോഡിയിൽ സെക്സ് ചെയ്യുന്ന അറ്റൻഡർ. എൻ്റെ പൊന്നി ചേച്ചി, ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട് നമുക്ക് തന്നെ നമ്മളെവിടെയും അതാ ഞാൻ പറഞ്ഞു, അതൊരു ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഞാൻ പറഞ്ഞില്ല, അവർക്കൊക്കെ ഒരു സുഖം
എന്തോ ഒരു സുഖം എന്നല്ല അതിന് പറയണ്ട, ഒരു അവരുടെ ബ്ലഡിൽ അതുണ്ട്. ഇപ്പൊ ഗോവിന്ദച്ചാമി തന്നെ ട്രെയിൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഗോവിന്ദച്ചാമി എന്നൊരു പേര് നമ്മുടെ മനസ്സിലേക്ക് വരും. ഗോവിന്ദച്ചാമി തന്നെ ഒറ്റപ്പെട്ട് സെല്ലിൽ അടയ്ക്കപ്പെട്ട അവർക്ക് ഏകാന്തത അതിജീവിക്കാൻ വേണ്ടി പൂച്ചകളെ വളർത്താം. 3 പൂച്ചകളൊക്കെ സ്റ്റിച്ച് ഇടേണ്ടി വന്നെന്ന് ഒന്ന് ഓർത്ത് നോക്കണം. അവനെയൊക്കെയാണ് വെളി ചാടിയ. നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? 3 പൂച്ചകളെ വളർത്താൻ പറ്റും, പേരും എഴുതിയിട്ടുണ്ട് ആ പൂച്ചകളുടെ. ആ 3 പൂച്ചകൾക്ക് സ്റ്റിച്ച് ഇടേണ്ടി വന്നെന്ന് പറയുമ്പോൾ അയാളുടെ ആ ക്രൂര മെന്റാലിറ്റി ഒന്ന് ഓർത്ത് നോക്കണം. അല്ല, അപ്പൊ ഞാൻ ചേച്ചിയോട് ഇത് ചോദിക്കാൻ കാരണം ഇത് കണ്ടോ നമ്മൾ അനുഭവിക്കുന്ന, ഇതായത് ഞാൻ ഉള്ളിത്തട്ടി പറയുന്നതുകൊണ്ടാണ് എന്റെ കണ്ണ് നിറയുന്നത്. എനിക്ക് മറ്റേ ഇപ്പൊ ഈ ചാനൽ വൈറലാകാനോ നിങ്ങൾ വൈറലാകുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ എന്റെ വാക്കുകൾ 10 പേര് എങ്കിലും ശ്രവിച്ചിട്ട് അവർ സ്വയം ഒരു സെഡേഷനിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ഉൾഭയമുണ്ട്. ഞാൻ എങ്ങനെ ആയിരിക്കും, മോളിപ്പോൾ സെഡേഷനിൽ കിടക്കുക, നമ്മുടെ ശരീരത്തിൽ കൂടെ വേറൊരാൾ മമത അനുഭവിച്ച ആ ഒരു ഇത് നമ്മളിലേക്കൊന്നും ആയിക്കോ, നമ്മൾ അന്നേരം ഞാനൊക്കെയാണ് മരിച്ചു പോകും. ചേച്ചി നമ്മൾ പറഞ്ഞത് ഇതാണ്, നമ്മൾ പറഞ്ഞത് ഇവിടെ ഇനി മമത ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഒരു സ്ത്രീയും സേഫ് അല്ല. ഒരു സ്ത്രീയും സേഫ് അല്ല. അവിടെയാണ് നമ്മളിത് പറയണത്. ഇവിടെയാണ് നമ്മൾ എന്തുകൊണ്ട് ഇതൊക്കെ പറയേണ്ടി വരുന്നു, എന്തുകൊണ്ട് കുറെ കൂടി അവരുടെ ഒപ്പം നിൽക്കേണ്ടി വരുന്നു എന്നുള്ളത് ഇതുകൊണ്ടാണ്.